Good evening, everyone, and welcome to day 4 of the Epochs Data Science Bootcamp. Today, we'll explore data visualization and storytelling, learning how to turn data into clear, meaningful visuals and communicate insights that drive better decisions. We are delighted to have Anna Jagadish, software developer at Kasaba Ventures, to lead today's session. Over to you, Arnav. ഓക്കെ എന്നെ കുറെ പേർക്ക് അറിയായിരിക്കും, പിന്നെ മിക്ക ആൾക്കാർക്കും ഇവിടെ എനിക്ക് തോന്നുന്നു അറിയണ്ടാവില്ലായിരിക്കും. ഞാൻ നേരത്തെ എയുടെ ഐ ജി ലീഡ് ആയിരുന്നു, ഇപ്പോൾ മാറി. സോ ബേസിക്കലി ആ ടൈമിൽ ഞാനും കുറെ എന്താ പറയുക ഡാറ്റ സയൻസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെഷൻ എന്ന് പറയണത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്ര കൂടുതൽ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ബേസിക്കലി നേരത്തെ യൂസ് ചെയ്തൊരു സെഷൻ്റെ ഒരു ക്ലാസ്സും അല്ലെങ്കിൽ അതിന് ഡാറ്റ സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബേസിക്കലി അത് തന്നെ ഫോളോ ചെയ്യാം. ഇന്നത്തെ സെഷൻ സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ പറ്റുമെങ്കിൽ തീർക്കാം, കാര്യം എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്തായാലും വെച്ച് ഇത് ചെയ്യുള്ളൂ. കാര്യം ബാക്കിയുള്ള പോലെ പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് കാര്യമുള്ള ഒരു സാധനമല്ല. ബട്ട് എങ്ങനെയാണ് ഡാറ്റ വിഷ്വലൈസേഷന്റെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ HTML ഉണ്ടാക്കാം. ബട്ട് ഇതിന്റെ മെയിൻ യൂസ് കേസ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഒരു ഡാറ്റ കയ്യിലുണ്ട്. നമ്മളെ മനുഷ്യരെന്ന് പറയുന്നത് എന്താ, നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ട മനസ്സിലാവൂല. ഇപ്പോൾ 100 പേരുണ്ട്, അത് 1000 കോടി അല്ലെങ്കിൽ 1000 കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബേസിക്കലി ഒരു വിഷ്വലൈസേഷൻ വേണം. എന്തിനാ, നമുക്ക് ആ ഒരു പാറ്റേൺ കാണുമ്പോൾ എന്താണ് ആ ഒരു ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് കാണാനായിട്ട്. അത് നമുക്ക് വേണ്ടി മാത്രമായിട്ടാണ് ബേസിക്കലി മാറ്റ്പ്ലോലിബ് പോലെ, അല്ലെങ്കിൽ ഐ തിങ്ക് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്ന ലൈബ്രറീസ് മെയിനായിട്ട് ഡാറ്റ സയൻസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സീബോണും മാറ്റ്പ്ലോലിബും ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡാറ്റ സെറ്റ് മിക്കവാറും നിങ്ങൾ ഡാറ്റ സയൻസിൽ യൂഷ്വലി പാണ്ടാസ് വെച്ചായിരിക്കും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ബട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ആയിട്ടുള്ള ലൈബ്രറീസ് ആണ് അതൊക്കെ. നമുക്ക് ബേസിക്കലി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിനകത്തേക്ക് ആ ഒരു ഡാറ്റ അങ്ങ് ഇടുക, അത് ഗ്രാഫ് കിട്ടും. മറ്റേത് നിങ്ങളാണെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് ചെയ്യുന്ന പോലെയല്ല, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഡേറ്റ കണ്ടിട്ട് പഠിക്കാനും പറ്റും. ആ ഡേറ്റയിൽ നമുക്ക് ബേസിക് ആയിട്ട് കുറെ ഗ്രാഫും കാര്യങ്ങളും കണ്ടിട്ട് കുറെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു എൻ്റെ ഇത്തരം പറഞ്ഞതിൽ ഐ തിങ്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടോ? ഇൻ കേസ് ഞാൻ പറയുന്നത് ഇത്തിരി സ്പീഡ് കൂടി പോയെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഇപ്പോൾ ലിങ്ക് അയച്ചിട്ടുണ്ട്. ലൈക്ക് ബേസിക്കലി നേരത്തെ യൂസ് ചെയ്തൊരു ക്ലാസ് ആണ്, ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് ഇപ്പം നടത്തി. ലൈക്ക് അപ്പോൾ അതിനകത്ത് ഞാൻ സ്ക്രീൻ ഷെയറും കൂടെ ചെയ്യാം. ബേസിക്കലി അത് വെച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പിന്റെ ഒരു ഡാറ്റ സെറ്റാണ്. കാണാൻ തോന്നുന്നു. അപ്പോൾ ബേസിക്കലി ഇതാണ് നോട്ട്ബുക്ക്. അതിനകത്ത് ഫസ്റ്റ് നോട്ട്ബുക്ക് എടുക്കണം. മാറ്റ്പ്ലോലിബ് C1 എന്ന് പറഞ്ഞ നോട്ട്ബുക്ക് എടുത്താൽ മതി. ഗസ് അതിനകത്ത് റൺ ചെയ്യാനുള്ള കമാൻഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. ഇൻ കേസ് ഐ തിങ്ക് ഇതാന്ന് തോന്നുന്നു, ഞാനത് ചാനലിടാം. മാറ്റ്ലോലിബിന് നമ്മൾ ബേസിക്കലി 3 ലൈബ്രറീസ് ഇവിടെ മതി. മാറ്റ്ലോലിബ് വിഷ്വലൈസേഷൻ നമുക്ക് ബേസിക്കലി 3 ലൈബ്രറീസ് മതി: പാണ്ടാസും മാറ്റ്ലോലിബ് സീബോണും. ഇതിനകത്ത് പാണ്ടാസ് വെച്ച് നമുക്ക് ഡാറ്റ എടുക്കാം. ഇന്നലെ സെഷൻ നിങ്ങളെ ബേസിക്കലി എന്താ പറയുക, നൾ വാല്യൂസ് കളയാനത് അങ്ങനത്തെ പരിപാടികളൊക്കെ പറഞ്ഞു തന്നല്ലേ, എന്താണ് നൾ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഒരു ഹാൻഡ്സ് ഓൺ കാണാവോ? ഇല്ല എന്നുള്ളവര് ലൈക്ക് പിന്നെയും പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ പറയാം. മിക്ക ആൾക്കാരും ഷൈ ആയിട്ടുള്ളവരാന്ന് തോന്നുന്നു ഇവിടെ. ബേസിക്കലി ഇപ്പൊ ഇന്നലത്തെ സെഷനിൽ മിക്കവാറും പറഞ്ഞു പോയിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം എന്തായാലും. നൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് വാല്യൂസ് ആണ്. ഡാറ്റ വിഷ്വലൈസേഷന്റെ ടൈമിൽ നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ വർക്ക് ആവില്ല. ഗ്രാഫ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിനോട് ഉണ്ടാക്കാൻ പറഞ്ഞ ഗ്രാഫിന് അറിയില്ലല്ലോ അവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത്. ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ബേസിക്കലി മിക്ക വിഷ്വലൈസേഷനിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി നൾ വാല്യൂസ് കളയുക എന്നുള്ളതാണ്.
അതിനകത്ത് പാണ്ടാസിൽ ഏറ്റവും ആദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി, ഇത് ബേസിക്കലി ആദ്യത്തെ ലൈൻ നമ്മൾ എന്താ പറയാ തന്നേക്കുന്ന ഡാറ്റ സെറ്റ് റീഡ് ചെയ്യുന്നതാണ്. പാണ്ടാസ് ഡോട്ട് സി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഡാറ്റ സെറ്റ് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ബേസിക്കലി നൾ വാല്യൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് എൻ എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്താൽ മതി. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഓക്കെ, ഡ്രോപ്പ് എന്നെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തോളെ. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാഫിനകത്തേക്ക് വരുന്ന സമയത്ത് പല ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. നമുക്ക് ആദ്യം യൂണിവേരിയന്റ് എന്താന്ന് പഠിക്കാം. യൂണിവേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വേരിയന്റ് ഉണ്ടാവുള്ളൂ. ബേസിക്കലി ഇപ്പൊ നമ്മൾ ഒരു ഡാറ്റ സെറ്റ് എടുക്കാം. ഞാനിപ്പോ ഇത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എന്ത് ഡാറ്റ ആണുള്ളത്. ഇത് റൺ ചെയ്താണ്. ബേസിക്കലി ഇതാണ് ഡാറ്റ. അതിനകത്ത് കമ്പനി ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കോളം, അതിപ്പോ നമ്മൾ റാം മാത്രം അല്ലെങ്കിൽ ഇഞ്ചസ് മാത്രം എടുത്തിട്ട് അതിന്റെ ഡാറ്റ മാത്രം വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ യൂണിവേരിയന്റ് എന്ന് വിളിക്കും. ബേസിക്കലി ഒരു ഒറ്റ കോളം മാത്രം യൂസ് ചെയ്യുന്നതിന്റെ. ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്ത വെയിറ്റ് ആണ്. അപ്പൊ ആ വെയിറ്റിന്റെ ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. യൂണിവേരിയന്റ് പല ഗ്രാഫ് ഉണ്ട്. ഇത് നമ്മൾ എന്താ ഹിസ്റ്റോഗ്രാം എന്ന് വിളിക്കും. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ബേസിക്കലി റേഞ്ച് ആയിട്ടുള്ള വരെ, ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ 10 വരാം, 4 വരാം. വെയിറ്റ് നമുക്ക് 7 പറയാം, 7.2 പറയാം, 7.12 പറയാം. അങ്ങനെ ഇൻഡിജർ ആയിട്ട് ഏത് വാല്യൂം പറയാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്റോഗ്രാം വെച്ച് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റേഞ്ചിനെ പല കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 1 തൊട്ട് 100 വരെ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ഫസ്റ്റ് ഒരു 1 തൊട്ട് 10, 10 തൊട്ട് 20 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഇടവേളയിൽ ഏതൊക്കെ റോ നമ്പേഴ്സ് വരുന്നുണ്ട്, ഇപ്പൊ 1 തൊട്ട് 10 വരെ ഉള്ളതിൽ ആ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് ഏതൊക്കെ ഡാറ്റ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഉണ്ടാകുന്ന ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം. ഇത് plt.hist എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ഉള്ള ഗ്രാഫാണ്. ബിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എത്ര ഐ തിങ്ക് ഇതുണ്ടെന്ന്, ഈ ഒരു ഇതുണ്ടല്ലോ 1, 2, 3, 4 ഇങ്ങനെ 10 ഐ തിങ്ക് ബ്ലോക്സ് ഉണ്ടാവും ബിൻസ് എന്ന് പറയുന്ന സമയത്ത്. പിന്നെ നമുക്ക് ബേസിക്കലി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ തിങ്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു നെയിം, പിന്നെ ലേബല്, ഇതൊക്കെ സിമ്പിളായിട്ട് plt.text ലേബൽ അല്ലെങ്കിൽ വൈ ലേബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് തോന്നിയാൽ ഐ ഗസ് നമുക്ക് ബേസിക്കലി നിങ്ങൾ കൂടുതൽ ഇൻഡെപ്റ്റ് ആയിട്ട് കോഡ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. മിക്ക സമയത്തും ഡാറ്റാ സയൻസിൽ അതിൻ്റെ നമ്മുടെ ആവശ്യമല്ല. നമ്മുടെ ആവശ്യം ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാനായിട്ട്. അപ്പം ഞാൻ ബേസിക് ആയിട്ട് ഗ്രാഫിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു പോകും. കോഡ് നിങ്ങൾക്ക് വെച്ചിട്ടാണെങ്കിലും കാണാനും പഠിക്കാനും ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഗ്രാഫിക്കൽ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഒരു ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സീബോൺ വെച്ച് ചെയ്യാനും പറ്റും. സീബോൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയുണ്ടാവും. ഈ ഒരു പരിപാടിയാണ് നമ്മൾ പറയുന്നത് KD പ്ലോട്ട് ലൈൻ എന്ന്. ബേസിക്കലി അതിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടി തന്നേക്കുന്ന ഡാറ്റ സെറ്റ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബേസിക്കലി ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഇപ്പം ഹിസ്റ്റോഗ്രാമിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഗ്രാഫിന്റെ ഒരു ഓൺലൈൻ ഗ്രാഫിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നേക്കുന്ന ഡാറ്റ സെറ്റ് എപ്പോഴും ബേസിക് ആയിട്ട് മിക്ക എന്താ പറയാ ഇതിനകത്തും മോഡലിനകത്തും മോഡൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ML മോഡൽ ആയിക്കോട്ടെ, അവർ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഡാറ്റ സെറ്റ് എങ്ങനത്തെ ഷേപ്പിലായിരിക്കും, ഒരു ബെൽ കർവ് ഷേപ്പിലായിരിക്കും ഡാറ്റ സെറ്റ് എന്ന് വിചാരിക്കണേ. നോട്ട് ഒറ്റ ലൈൻ അല്ല, ബെൽ ഷേപ്പിൽ എന്ന് വെച്ചാൽ മിഡിൽ വരുന്ന വാല്യൂസ് എപ്പോഴും കൂടുതലും സൈഡിലേക്ക് വരുന്നതോറും കുറവായിട്ടായിരിക്കും. ബട്ട് നമുക്കറിയാം മിക്ക ഗ്രാഫുകളും അങ്ങനെയല്ല. മിക്ക ഗ്രാഫുകളും ഒന്നല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ പല ഇങ്ങനെ പൊക്കോണില് പല പല ഹൈറ്റ്സും കാര്യങ്ങളും ഭയങ്കര വേരിയഡ് ആയിട്ടായിരിക്കും. ബട്ട് മിക്ക സമയത്തും ഇഷ്യൂ ഉണ്ടാവും ഇത് വരണം. കാരണം നമ്മൾ ബേസിക് ആ ഒരു ഡാറ്റ റോ ആയിട്ട് അങ്ങനെ തന്നെ ഒരു മോഡലിനെ പഠിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡൽ മിക്കവാറും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വേണം. അതായത് ബേസിക് ആയിട്ടൊരു മിഡിലല്ല അല്ലെങ്കിൽ ഗോസിൻ കർവിലല്ല ഡാറ്റ സെറ്റ് ഇരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, മര്യാദയ്ക്ക് ലേൺ ചെയ്യത്തില്ല. കാരണം അതിനെ പ്രീസെറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനകത്ത് ഇക്വേഷനിൽ അത് എപ്പോഴും എന്താ പറയുക അതെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്താ, ഇങ്ങനത്തെ ഡാറ്റ സെറ്റേ കിട്ടുള്ളൂ എന്ന്. അത് പഠിപ്പിക്കുന്നതിന്റെ ഇഷ്യൂ അല്ല, നമ്മൾ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡലിന്റെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഈ ഒരു ഷേപ്പിലായിരിക്കും എപ്പോഴും ഡാറ്റ സെറ്റ് കിട്ടുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഇക്വേഷൻസും എഴുതിയിരിക്കുന്നത്. ഒരു ഡാറ്റ സെറ്റ് വരുന്ന അതിന്റെ ഇക്വേഷൻസ് ബേസ് ചെയ്ത് മാത്സ് ആയിരിക്കും ഡാറ്റ സയൻസിൽ. അപ്പോൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് എപ്പോഴും അവസാനം കിട്ടുന്ന റിസോൾവ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഷേപ്പിലായിരിക്കും വിചാരിക്കുന്ന ആൾക്കാരെ ലൈക്ക് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ആ ഡാറ്റ സെറ്റ് എപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും. അപ്പോൾ ബേസിക് ഇങ്ങനെയുള്ള ടൈമിൽ എന്തെങ്കിലും ഒരു
മീൻ മീഡിയം കണ്ടുപിടിക്കാനാവാം, ഗ്രാഫിൻ്റെ ഇതുപോലെ തന്നെ ബേസിക്കലി സെൻട്രലൈസ് ചെയ്യാനായിട്ടാവാം. അങ്ങനെ പല പരിപാടിക്കും നമുക്ക് ഗ്രാഫ് കാണാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഇതാണ് മീൻ മീഡിയൻ മോഡ്. മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾ 10ലും +2ലൊക്കെ പഠിച്ച സാധനമാണിത്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡേറ്റയുടെ ആവറേജ്. ഇപ്പോൾ മൊത്തം വാല്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 വാല്യൂസിൻ്റെ 10 വാല്യൂസ് നമ്മൾ കൂട്ടി ഡിവൈഡ് ബൈ 10 ചെയ്യും. അതാണ് മീൻ. മീഡിയൻ എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന വാല്യൂസ്, അതാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള വാല്യൂ. ഇപ്പോൾ 0.5ഉം 0.45ൻ്റെ സെൻട്രലായിട്ട് വരുന്നത് ഏകദേശം ഐ തിങ്ക് 2.5 അങ്ങാണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ആണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നതും. പിന്നെ മോഡ് എന്ന് വിളിക്കുന്നത് അതിനകത്ത് കൂടുതൽ ഒക്കർ ചെയ്യുന്ന വാല്യൂസ്. ഇപ്പോൾ തന്നേക്കുന്ന സാധനത്തിൻ്റെ 3-4 മോഡ് വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന ഒരു വാല്യൂ മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ വാല്യൂസ് ഒക്കർ ചെയ്യാം. ഈ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ മെയിൻ ആവശ്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. മീൻ കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് വാല്യൂസിനാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 10 പെട്ടെന്ന് 0 വരാം, 0.1 വരാം, 0.5 വരാം. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന വാല്യൂസിൻ്റെ ഒരു സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ മീൻ യൂസ് ചെയ്യുന്നത്. മീഡിയൻ മോഡും യൂസ് ചെയ്യാം, ബട്ട് ടിപ്പിക്കലി മീനാണ്. മീഡിയൻ കൂടുതലും നമ്മൾ എന്താ പറയും, കണ്ടിന്യൂസ് അല്ല, പകരം ഇപ്പം കളർ അല്ലെങ്കിൽ ഏജ് പറയാനായിട്ട്. ഏജ് നമ്മളെപ്പോഴും 2 അല്ലെങ്കിൽ 25, 30 എന്ന് പറയുള്ളൂ, ഒരിക്കലും 35.5 എന്ന് പറയില്ല. കാരണം അപ്പോൾ അതൊരു കണ്ടിന്യൂസ് വാല്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. അപ്പം അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് ഇടവേളയുള്ള വാല്യൂസിനെ നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കാനാണ് മീഡിയനും മോഡ് യൂസ് ചെയ്യാം. മീഡിയനാണ്. പിന്നെ മോഡ് യൂസ് ചെയ്യുന്ന മിക്കവാറും ഇങ്ങനെ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കളേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർഡർ ഇല്ല. ഇപ്പോൾ പച്ചനൊക്കെ വലുതല്ല ചുമപ്പ്, അപ്പം അങ്ങനെ ഒരു ഓർഡർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഐ മീൻ ചെറിയൊരു ഓർഡർ ഉണ്ട്, ബട്ട് ടിപ്പിക്കലി ഓർഡർ ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇതിനകത്ത് നമുക്ക് ഓർഡർ പറയാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റർ കണ്ടുപിടിക്കാനാണ് മോഡ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു മോഡും മീഡിയനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റ സെറ്റിൽ നൾ വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളയാനും അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഗ്രാഫ് വെച്ചാൽ നമുക്ക് 2 കാര്യം പറയാൻ പറ്റും. ഈ മീൻ മീഡിയൻ മോഡ് ഏത് സൈഡിലേക്കാണെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൂടുതൽ ഇരിക്കുന്നെങ്കിൽ നമ്മൾ റൈറ്റ് സ്ക്യൂഡ് എന്നും, ലെഫ്റ്റിലേക്ക് കൂടുതലെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡ് എന്നും വിളിക്കും. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ക്യൂഡ് ആയിട്ടുണ്ടെങ്കിൽ ഡേറ്റ സെറ്റിൽ നമുക്ക് സെൻട്രലൈസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു ടേംസും കാര്യങ്ങളൊക്കെ ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത്. ബേസിക്കലി സെയിം ഗ്രാഫാണ്. ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് KD മാത്രമാണ് ഇവിടെ ഒരു പ്ലോട്ട് ലൈൻ അല്ലെങ്കിൽ സ്മൂത്ത് ലൈൻ മാത്രമായിട്ടും ബേസിക്കലി അതിൻ്റെ ബിഹൈൻഡ് ഹിസ്റ്റോഗ്രാം മാത്രമായിട്ടൊരു വരച്ച ഗ്രാഫാണ്. നമുക്ക് സേവ് ചെയ്യാനും പ്ലോട്ട് ഡോട്ട് സേവ് ഫിക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്താൽ മതി. സീബോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ PLTയുടെ പുറത്തുണ്ടാക്കിയത്. അതിൽ PLT നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സീബോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ സീബോൺ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ബേസിക്കലി ഈ പ്ലോട്ടും കാര്യങ്ങളൊക്കെ PLT വെച്ചിട്ടാണ് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ബാക്കി ആഡ് ചെയ്ത് കൊടുത്തത് സീബോൺ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സീബോൺ വെച്ചെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക്കലി ഓപ്പറേഷൻസും സേവ് ചെയ്യാനൊക്കെ നമുക്ക് പ്ലോട്ട് PLT തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസിക്കലി ഹിസ്റ്റോഗ്രാം പോലത്തുള്ള സാധനങ്ങൾ. ഇപ്പോൾ പിന്നെ വേറൊരു ഗ്രാഫാണ് പൈപ്ലോട്ട്. പൈപ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ്. ഇപ്പോൾ ഈ കാണിച്ച ഗ്രാഫും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് വാല്യൂസിന് നമുക്ക് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് വാല്യൂസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി പോയിന്റ് വരാവുന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ എന്ത് വാല്യൂസും വേണമെങ്കിൽ ആർബിട്രറി വരാൻ പറ്റും ആ റേഞ്ചിൻ്റെ ഉള്ളിൽ. അതിനാണ് നമുക്ക് ബേസിക്കലി അതിനെ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ടാണ് ഇങ്ങനത്തെ ഹിസ്റ്റോഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പകരം കണ്ടിന്യൂസ് വാല്യൂസ് അല്ല ഇതാണ് വരുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി വേറെ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഡിസ്ക്രീറ്റ് വാല്യൂസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 രീതിയിൽ വരാം. ഒന്ന് ഓർഡർ ഉള്ളതും വരാം, ഓർഡർ ഇല്ലാത്തതും വരാം. ഓർഡർ ഉള്ളതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് യൂസ് ചെയ്യും. ഇതിനെ വിളിക്കുന്നത് ബേസിക്കലി കൗണ്ട് പ്ലോട്ട് എന്നാണ്. കൗണ്ട് പ്ലോട്ട് എന്നാണ് ബേസിക്കലി ആ ഒരു കൗണ്ട് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് ആ ഒരു വാല്യൂസിൻ്റെ. എന്നിട്ട് നമുക്കിങ്ങനെ ഗ്രാഫ് ചെയ്യാം. പിന്നെ പൈ പ്ലോട്ടും ഉണ്ട്. ഇപ്പോൾ ഈ പ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസിക്കലി ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും കൂടുതൽ വാല്യൂസിനകത്താണ് നമുക്ക് എത്രത്തോളം കമ്പാരിറ്റീവ്ലി കൂടുതലുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഗ്രാഫ് കാണുമ്പോൾ തന്നെ. ഇപ്പോൾ ഞാൻ എന്താ ലൈക്ക് ഡാറ്റ സയൻസിൻ്റെ കുറേ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. ബേസിക്കലി ആ കോഡ് നേരെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും, വാല്യൂസും ഡേറ്റയും കാര്യങ്ങളൊക്കെ മാത്രം മാറ്റി കൊടുക്കുള്ളൂ. നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു
കമ്പനി DF1 എന്ന് പറയുന്നത് എന്ത് വേണേലും ആവാലോ. അപ്പോൾ DF1 ഡോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിൽ നമുക്ക് എന്ത് വാല്യൂസ് മാറ്റുന്നതനുസരിച്ച് ഈ ഗ്രാഫ് നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക്കലി മാറ്റ്പ്ലോളിബ് അല്ലെങ്കിൽ പൈപ്ലോട്ട് പോലെയുള്ള ഗ്രാഫുകളുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് പെട്ടെന്ന് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ടൈം മതി. ഐ തിങ്ക് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാനും ഇത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ല സാധനങ്ങളാണെന്നല്ലാതെ. ഈ ഒരു ഗ്രാഫിന്റെ പേരാണ് ഐ തിങ്ക് ബോക്സ് പ്ലോട്ട്. ബോക്സ് പ്ലോട്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ഗ്രാഫിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിലൊക്കെ നമുക്ക് കാണാം എൻഡിലേക്ക് കുറെ വാല്യൂസും കുറെ ഒക്കെ പോയിട്ടുണ്ട്. ഈ എക്സ്ട്രീം വാല്യൂസ് മിക്ക സമയത്തും നമ്മൾ എന്താ പറയാ ഡാറ്റ സെറ്റിൽ എടുക്കില്ല, കളയും. കാര്യം എക്സ്ട്രീം വാല്യൂസ് നമ്മൾ റെയർലി ഒക്കറിങ് വാല്യൂസാണ്. നമ്മൾ ബേസിക്കലും ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ മെയിൻ ഉദ്ദേശം എന്താ, പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള പാറ്റേൺ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പ്രിഡിക്റ്റബിൾ ആയ പാറ്റേൺ ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി റെയർ ആയിട്ട് വരുന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിൽ വെക്കാം. പിന്നെ അതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ ഏജിൽ നമുക്ക് പറയാം 0 to 100 വരുള്ളൂ. ബട്ട് നമുക്ക് പെട്ടെന്ന് ഏജിലൊരു 600 ഉണ്ട് അല്ലെങ്കിൽ 500 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഗ്രാഫൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിന് പുറത്തായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനൊരു യൂസ് ചെയ്യുന്ന സാധനമാണിത്. ബോക്സ് പ്ലോട്ട് നമ്മൾ വിളിക്കും. ബോക്സ് പ്ലോട്ടിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബേസിക്കലി ഈ ഒരു കാണുന്നത് ബേസിക്കലി ക്വാർട്ടർ മീഡിയൻ എന്ന് പറയാം. ക്വാർട്ടർ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സെൻറ്റർ ഉണ്ട്, മീഡിയൻ ഉണ്ട്. ലൈക്ക് മീഡിയനാണ് നമ്മളെപ്പോഴും എന്താ പറയാ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനും കളയാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു മീഡിയനിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയിട്ട് ആവറേജിനെക്കാളും കുറേ കൂടെ ഈ ഒരു എന്താ പറയാ ഒരു ആർബിട്രറി ലാർജ് ആയിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന വാല്യൂസ് ഔട്ട്ലയേഴ്സ് നമ്മൾ വിളിക്കുന്നത്. ഈ ഔട്ട്ലയേഴ്സിനെ ബേസിക്കലി ഔട്ട്ലയേഴ്സ് കൂടുതൽ വരുന്ന സമയത്ത് ഡാറ്റ അത്രയും കറക്റ്റായി പോകും. അപ്പോൾ ബേസിക്കലി നമ്മൾ ആ ഒരു ഔട്ട്ലയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം റിമൂവ് ചെയ്യും. അപ്പോൾ ആവറേജ് അല്ലെങ്കിൽ സാധാ മീനൊക്കെ ഔട്ട്ലയേഴ്സുമായിട്ട് ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഒരു 10 എണ്ണം, ഒരു 100 വാല്യൂസ്, ഒരു 100 അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞ വാല്യൂ 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഇതിനകത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മീൻ പെട്ടെന്ന് മാറും. പക്ഷെ മീഡിയൻ അങ്ങനെ മാറില്ല. അപ്പം നമുക്ക് ബേസിക്കലി മീഡിയൻ ആണ് നമ്മളിപ്പോഴും ബോക്സ് പ്ലോട്ടിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറും മീഡിയൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ വാല്യൂസിനൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ കാണും. ബേസിക്കലി പക്ഷെ പാണ്ടാസ് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് കളയേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ബേസിക്കലി തന്നേക്കണ എല്ലാ കോളംസിന്റെ ബോക്സ് പ്ലോട്ട് പ്ലോട്ട് ചെയ്തേക്കണേ. ഇപ്പൊ അത് വെച്ചിട്ട് ഞാനാണെങ്കിൽ മിന്നും മാക്സ് എടുത്ത സമയത്ത് ഐ തിങ്ക് വളരെ ചെറിയ വലിയ വാല്യൂസ് കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ബേസിക്കലി ഐസൊലേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് പാണ്ടാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുള്ളൂ അതിനെ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ തന്നേക്കണ ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ തന്നേക്കണ സാധനങ്ങൾ നമുക്ക് ഈ പരിപാടികൾ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ കാറ്റഗോറിക്കലായിട്ട് തന്നെ കൗണ്ട് പ്ലോട്ടിനും പൈ ചാർട്ടിനും പിന്നെ ബോക്സ് പ്ലോട്ടിനൊക്കെ നമുക്ക് സ്ട്രിങ് ആയിട്ട് വാല്യൂസ് വരുമല്ലോ. ഇപ്പം നമുക്ക് ബേസിക്കലി കളറൊക്കെ ഉണ്ടല്ലോ, കളർ നമ്മൾ യെല്ലോ ഗ്രീൻ എന്നൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഡാറ്റ സെറ്റിൽ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്പർ അല്ല. എപ്പോഴും നമുക്ക് ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അത് നമ്പറായിട്ട് കിട്ടണം. അപ്പം നമുക്ക് ബേസിക്കലി സ്ട്രിങ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും ഇഷ്യൂ ഉണ്ടാവും. ആദ്യം പറഞ്ഞാൽ കൗണ്ടും അല്ലെങ്കിൽ ബോക്സ് പ്ലോട്ടിനൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ബട്ട് പിന്നെ കുറെ കണ്ടിന്യൂസ് വാല്യൂസ് തന്നെ നമുക്ക് ഒരിക്കലും സ്ട്രിങ് ആയിട്ട് തന്നെ സാധനം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അത് എറർ അടിക്കും. കാരണം അവരത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, കണ്ടിന്യൂസ് വാല്യൂസ് ആണ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഏറ്റവും ആദ്യം ഒരു അത്യാവശ്യമാണ് ഉള്ള നൾ വാല്യൂസും കാര്യം കളയുക. രണ്ടാമത് വന്നേക്കണ സ്ട്രിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കാറ്റഗോറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെല്ലാം നമ്പർ ആക്കുക, ന്യൂമറിക്കലാക്കുക. തന്നേക്കണ ഡേറ്റസിനെ ഫുൾ ന്യൂമറിക്കലാക്കിയാൽ മാത്രമാണ് മിക്ക സമയത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഒരു ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ലേബൽ എൻകോഡർ. ലേബൽ എൻകോഡർ ഉള്ള സാധനത്തിന് എല്ലാത്തിനും നമ്പർ ആക്കും. ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പ്രിസർവ് ചെയ്യില്ല. ഇപ്പോൾ തന്നേക്കണ ഇതിനകത്ത് നമുക്കറിയാം ഒരു ഏജ്, ഇപ്പോൾ മിഡിൽ ഏജ്, ഓൾഡ്, യങ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടെന്ന് നമുക്കറിയാം. ബട്ട് ലേബൽ എൻകോഡർ എന്ത് ചെയ്യും, അതിനെ റാൻഡം ആയിട്ട് വാല്യൂസ് അസൈൻ ചെയ്യും. അപ്പോൾ ബേസിക്കലി മിഡിൽ ഏജിന് 2 മിഡിൽ ഏജിന് 3 യങ്ങിനും 1 ആയിരിക്കും ഇടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബേസിക്കലി ആ ഒരു ഡാറ്റ സെറ്റിന്റെ ഒരു ഓർഡർ മാറിപ്പോയില്ലേ. അപ്പൊ നമുക്ക് മാനുവലി ചെയ്യേണ്ടി വരും മിക്ക സമയത്തും. പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലോട്ടാണ് ഇത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ബേസിക്കലി ഹീറ്റ് മാപ്പാണ്. ഹീറ്റ് മാപ്പിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ കാണാൻ പറ്റും. പല ടൈപ്പ് ഹീറ്റ് മാപ്പ് ഉണ്ട്. ഇപ്പോൾ പിയേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് മാപ്പ് അല്ല, സോറി, കോറിലേഷൻ മെട്രിക്സ് ഉണ്ട്.
കോറിലേഷൻ മെട്രിക്സ് നമുക്ക് പാണ്ടാസ് വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. DF ഡോട്ട് കോർന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് കൂടി പോകണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മേ ബി ഇത്തിരി സ്പീഡിലായിരിക്കും പറഞ്ഞു പോണേ. ലൈക്ക് എനിക്കുള്ള നോളജ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലല്ലോ നിങ്ങളത് ഇത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി പാണ്ടാസിന്റെ ഒരു കോറിലേഷൻ ഗ്രാഫ് ഉണ്ടാക്കും. അത് DF ഡോട്ട് കോർ എന്ന് പറഞ്ഞ് വിളിക്കും. ഐ തിങ്ക് ഇതുണ്ടോ DF2 ഡോട്ട് കോർ. അപ്പോൾ ആ DF2 ഡോട്ട് കോർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോറിലേഷൻ ഗ്രാഫിനെ നമുക്ക് SNS ഡോട്ട് ഹീറ്റ് മാപ്പിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ കോറിലേഷൻ ഗ്രാഫ് നിങ്ങളിപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് കാണിക്കാം. ഐ തിങ്ക് പ്രോപ്പർലി വർക്ക് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടെ നല്ലത്. ബേസിക്കലി നമ്പറാണ് ഇതിപ്പോൾ പാണ്ടാസിൽ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ വാല്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഓരോ നമ്പർ ഉദ്ദേശിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പേഴ്സും ഓരോ കോളംസ് ഉണ്ടല്ലോ. ഇപ്പോൾ റാം ഒരു കോളമാണ്, അതുപോലെ ഇവിടെ റാം ഒരു കോളം ഉണ്ട്. ഈ രണ്ട് തമ്മിലുള്ള എത്രത്തോളം OS ഇവിടെ ഒരു കോളം ഉണ്ട്, ബേസിക്കലി വെയിറ്റ് ഒരു കോളം ഉണ്ട്. അപ്പോൾ OSഉം വെയിറ്റും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പം നല്ല ഹൈ OS ഒക്കെ ആണെങ്കിൽ, ഇപ്പം മാക് ആണെങ്കിൽ മിക്കവാറും ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും കോറിലേഷൻ നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ലൈക്ക് ഇതാണ് കോറിലേഷൻ ഗ്രാഫ്സ്. അതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ബേസിക്കലി ചിലത് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ് ആണ്, ഔട്ട്ലയേഴ്സ് കൂടുന്തോറും മാറും. ചിലതൊക്കെ കുറേയും കൂടെ റോബസ്റ്റ് ആണ്, ബട്ട് ചില സമയത്ത് ചില പാറ്റേൺസും കാര്യങ്ങളും വിട്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് പാണ്ടാസിൽ തന്നെ നമുക്ക് ഐ തിങ്ക് കോമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് ബേസിക്കലി ഹീറ്റ് മാപ്പിലേക്ക് പാസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടും. ഇതാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം റെഡ് ആണ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ടൈപ്പ് നെയിമും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ കാണിക്കണം. കാരണം ഇപ്പോൾ ഇത് GPU മോഡലും അപ്പോൾ അത് ബേസിക്കലി എന്തായിരിക്കും എപ്പോഴും 1 ആയിരിക്കും. ബട്ട് നമുക്ക് GPU കമ്പനിയും മോഡൽ നോക്കിക്കഴിഞ്ഞാൽ -7.7. അപ്പോൾ ബേസിക്കലി ഹൈ കോറിലേഷൻ ഉണ്ട്. അപ്പോൾ കോറിലേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡാറ്റ സെറ്റിൽ ഐ തിങ്ക് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തത് ഒരു ഇഷ്യൂ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന കോളംസ് തമ്മിലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഒരു കോളത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ലൈക്ക് ഓരോ കോളം നമുക്ക് ആ ഒരു ഡേറ്റയെ കുറിച്ച് എന്തെങ്കിലും പറയുമായിരിക്കും. ബട്ട് നമുക്ക് രണ്ട് കോളം തമ്മിൽ റിലേഷൻ ഉണ്ടെന്നനുസരിച്ച് ആ ഒരു കോളത്തിൽ എന്തെങ്കിലും ഇൻഫോ രണ്ടാമത്തെ കോളത്തിലുണ്ട്. അതായത് ബേസിക്കലി അവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡലും കമ്പനിയും തമ്മിലുള്ള റിലേഷൻ കൂടുതലായതുകൊണ്ട് ആ ഒരു വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ മാറും. അതായത് കോളം തമ്മിലുള്ള റിലേഷൻ കുറയണം. നമുക്ക് എപ്പോഴും കോളംസ് എന്തിനകത്തായിരിക്കും ടാർഗറ്റ് വാല്യൂ ഉണ്ടാവില്ല. ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ടാർഗറ്റ് വാല്യൂ ഉണ്ടാവും. ആ ടാർഗറ്റ് വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കോറിലേഷൻ കൂടാൻ പാടുള്ളൂ. തമ്മിലുള്ള കോറിലേഷൻ എപ്പോഴും കുറയണം. കാരണം തമ്മിലുള്ള കോറിലേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്താ പറയുക ഇന്റർഡിപ്പെൻഡൻസിയാണ്. രണ്ട് കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സാധനം തന്നെയാണ് പറയുന്നത്. GPU കമ്പനി GPU മോഡൽ ഒരു കാര്യം തന്നെയല്ലേ പറയുന്നത്, ഏത് GPU ആണ് ബേസിക്കലി മോഡൽ വെച്ചാൽ നമുക്ക് ഏത് കമ്പനിയുടെയാണെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഹൈ കോറിലേഷൻ കാണിക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ കോളംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഡ്രോപ്പ് ചെയ്ത് കളയും. കാരണം ഹൈ കോറിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, അതെല്ലാം ബേസിക്കലി നോയ്സ് ആണ്. തന്നേക്കുന്ന ഡാറ്റ സെറ്റിനെ ആ ഒരു സൈഡിലേക്ക് സ്ക്യൂഡ് ചെയ്യും. കാരണം സെക്കൻഡറി സ്റ്റോറേജും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈമറി എക്സാമ്പിൾ സെക്കൻഡറി സ്റ്റോറേജും പ്രൈമറി സ്റ്റോറേജും രണ്ടും പറയുന്നുണ്ട് എന്താണ് സ്റ്റോറേജ് കൂടുന്തോറും ലാപ്പിന്റെ വില കൂടുന്നു. അപ്പോൾ ബേസിക്കലി ഒരെണ്ണം പറഞ്ഞാൽ മതിയല്ലോ, രണ്ടും കൂടെ പറയുമ്പോൾ അതിനകത്ത് ഡബിൾ എഫക്റ്റ് ആണ്. അപ്പോൾ അത് കാരണം എന്ത് പറ്റും, മോഡല് ആ ഒരു കോളത്തിന്റെ വാല്യൂസ് സെൻസിറ്റീവായി മാറും. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോറിലേഷൻ ഗ്രാഫ് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ബേസിക്കലി പ്രൈസും ബാക്കിയുള്ള കോളംസും തമ്മിലുള്ള ഇതാണ് ഒപ്റ്റിമൽ ഗ്രാഫ്. ഇതാണ് നമുക്ക് എപ്പോഴും കൂടേണ്ടത്, ഈ ഒരു റിലേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാമും പ്രൈസും ആണ് എപ്പോഴും ഭയങ്കര കോറിലേഷൻ. അതായത് റാം കൂടുന്തോറും പ്രൈസ് കൂടും. അതുപോലെ പ്രൈമറി സ്റ്റോറേജും 0.5 കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കണേ നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നേക്കുന്ന ഡാറ്റ സെറ്റിലെല്ലാം ഉള്ള കോളംസും പ്രെഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നേരത്തെ അറിയണം. അതായത് നമ്മൾ ബേസിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം അറിഞ്ഞാലാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റിന്റെ ഔട്ട്പുട്ട് നമുക്ക്
കിട്ടാൻ ചാൻസ് ഉണ്ടോ, നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ ഒന്ന് അറിയണം. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രാഫൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു കോറിലേഷൻ ഗ്രാഫ് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും ആ തന്നേക്കുന്ന കോളംസിനെ കുറിച്ച്. അതിന് മുമ്പ് നിങ്ങൾ പ്രീ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറെ കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുക. വെതറൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഹീറ്റ് ഒക്കെ വെച്ച് നമുക്ക് കുറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്ത് പുതിയ ഡേറ്റ റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക്കലി തന്നേക്കേണ്ട ഡേറ്റയായിട്ട് ഭയങ്കര കോറിലേറ്റഡ് ആയിരിക്കും, ഇന്റർഡിപെൻഡന്റ് കുറഞ്ഞതായിട്ട് രീതിയിൽ. പിന്നെ അതുപോലെ ഒരു ഗ്രാഫാണ് സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി കമ്പൈൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഗ്രാഫൊക്കെ എങ്ങനെയായിരുന്നു, വൺ ഇതായിരുന്നു, സിംഗിൾ വേരിയന്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കോളത്തിന്റെ ഡേറ്റ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബേസിക്കലി അത് ബേസിക്കലി ആ ഒരു കോളത്തിന്റെ മാത്രം കാര്യങ്ങൾ അറിയാനായിട്ടാണ്. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് തമ്മിലുള്ള റിലേഷൻസ് അറിയാനായിട്ട് ഇപ്പോൾ ഇതുപോലെ കോറിലേഷൻ ഗ്രാഫ് ഒരു എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വരുന്നതാണ് സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ടിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കാറ്റർ ആയിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ബേസിക്കലി ക്രോസ് ഉണ്ടാവാം. നമുക്ക് ഇവിടെ ഒരു സോറി ചില സിമ്പിൾസ് മാത്രമേ ഉള്ളൂ, ഐ തിങ്ക് അതില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ബേസിക്കലി എല്ലാ മാർക്കേഴ്സും ഇല്ല, ചില മാർക്കേഴ്സും ഉള്ളൂ. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി തന്നേക്കുന്ന ഡേറ്റയും തമ്മിലുള്ള കോറിലേഷനിലേക്ക്, ഇപ്പോൾ സ്ക്രീനും ഹൈറ്റും വെയിറ്റും ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ സ്ക്രീനിന്റെ ഹൈറ്റും വെയിറ്റും സ്ക്രീനിന്റെ ഹൈറ്റും വിട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതായത് സ്ക്രീനിന്റെ വിട്ട് കൂടുന്തോറും ഹൈറ്റ് കൂടുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊരു ഇഷ്യൂ കാണിച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് വരുന്നതുകൊണ്ടാണ്. ഞാൻ ഫുൾ റൺ ചെയ്ത് കഴിഞ്ഞത് അത് ബേസിക്കലി തന്നേക്കുന്ന ഔട്ട്ലയേഴ്സ് ഉണ്ടായിരുന്നു. ഔട്ട്ലയേഴ്സ് വന്നപ്പം ആ ഒരു ഗ്രാഫ് സ്ക്യൂഡ് ആയതാണ്. ഈ ഒരു ഗ്രാഫിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിലുള്ള കോറിലേഷൻ മാത്രം കാണാനല്ല. സ്കാറ്റർ പ്ലോട്ടിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു, നമ്മളൊരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഒരു മോഡൽ വെച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതിന് നമ്മൾ പറയുന്ന പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് വിളിക്കാം. പക്ഷെ നമുക്ക് ഒറിജിനൽ ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ട്, അത് നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് പ്രിഡിക്റ്റഡ് ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ കാണാനായിട്ട് സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യാം. അതായത് തന്നേക്കുന്ന ഡാറ്റ സെറ്റിൽ ഇപ്പോൾ പ്രിഡിക്റ്റഡ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ട്, അപ്പോൾ അതുപോലെ തന്നെയാണോ മറ്റേ പ്ലോട്ട് പോയേക്കണത്. ഇപ്പൊ ചില സമയത്ത് പ്രിഡിക്റ്റഡ് ഔട്ട്പുട്ട് താഴെ കൂടെ ആയിരിക്കും പോയേക്കണേ, പക്ഷെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഇങ്ങനെ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മോഡൽ മര്യാദയ്ക്ക് ട്രെയിൻ ചെയ്തിട്ടില്ല, ലേൺ ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ലേൺ ചെയ്യാതെ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമുക്ക് ബേസിക്കലി ആദ്യത്തെ കുറെ വാല്യൂസ് നമ്മൾ നന്നായിട്ട് മനസ്സിലായി, പക്ഷെ ഈ ഒരു 100 കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 1000 കഴിയുമ്പോഴാണ് തന്നേക്കണ എക്സ്പെക്റ്റഡ് പ്ലോട്ടിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് പല രീതിയിൽ കോളംസും തമ്മിലൊക്കെ അറിയാനായിട്ട് സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ലൈൻ ചാർട്ട്സ് ആണ്. ലൈൻ ചാർട്ട്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് രണ്ട് ഗ്രാഫിൽ തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഈ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പല രീതിയിൽ മിസ് ചെയ്തിട്ട് വരാം. ഇവിടെ കുറെ നമ്പേഴ്സ് ഇങ്ങനെ പല രീതിയിൽ വരാം. ഇതിനകത്ത് നമുക്ക് ലൈൻ ചാർട്ട് വരയ്ക്കാനായിട്ട് കുറെ കൂടെ എന്താ പറയാ, ലൈനായിട്ട് കാണാം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു പാറ്റേൺ കുറെ കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ ഏറ്റവും എളുപ്പമുള്ളത് ലൈൻ ചാർട്ടാണ്. പക്ഷെ ലൈൻ ചാർട്ടിന്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ ഡേറ്റ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇങ്ങനെ 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 വരും. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക്. കാരണം വെച്ചാൽ ഐ തിങ്ക് ഇത് സ്കാറ്റർ പ്ലോട്ട് വെച്ച് ചെയ്തെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ലൈൻ ചാർട്ടിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്യും, അപ്പോൾ നല്ല പ്ലോട്ട് കിട്ടത്തില്ല. എല്ലാം ചില ഇതിനകത്ത് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതാണ് ബാർ ചാർട്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു ഗ്രാഫ് തന്നെയാണ്. ബേസിക്കലി ആ ഒരു കൗണ്ട് പ്ലോട്ടും പിന്നെ ഹിസ്റ്റോഗ്രാം പറഞ്ഞല്ലോ, ബേസിക്കലി അത് തന്നെയാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ടിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇത് 2 വേരിയന്റ് ആണ്, ബൈ വേരിയന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ആവറേജ് പ്രൈസും ടൈപ്പും. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വാല്യൂസ് ആണ്, ടൈപ്പ് എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ വാല്യൂസ് ആണ്. അപ്പോൾ കാറ്റഗോറിക്കൽ വാല്യൂസും കണ്ടിന്യൂസ് വാല്യൂസും തമ്മിലുള്ള റിലേഷൻ കാണാനായിട്ട് നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ആ ഒരു പഴയ ഗ്രാഫിന് കണ്ടത് ഇവിടെ കൗണ്ട് ആയിരുന്നു. കൗണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, ടൈപ്പ് 0 എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ടൈപ്പ് 5 ആണ് ഏറ്റവും കൂടുതലുള്ള ആവറേജ് പ്രൈസ്.
ഇത് ബേസിക്കലി അത് തന്നെയാണ്. അതിനകത്ത് നമുക്ക് ബേസിക്കലി നടുക്കൊരു ഇതും കൂടെ വെച്ചെന്നുള്ളൂ. ഇത് നമുക്ക് ബേസിക്കലി ആ ഒരു ഗ്രാഫിന്റെ ഒരു റേഞ്ച് അറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറെ പ്ലോട്ട്സ്, സീബോൺ ഇഷ്ടംപോലെ പ്ലോട്ട് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ബേസിക്കലി കാണിച്ചതല്ലാതെ തന്നെ ലൈക്ക് ഇപ്പൊ കാണിക്കുന്നതല്ല തന്നെ സീബോൺ നമുക്ക് കുറെ പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സീബോൺ ആണെങ്കിൽ പൈപ്പ് പ്ലോട്ടിനെക്കാളും ലൈക്ക് മാപ്പ് പ്ലോട്ടിൽ ബേസിക്കിനേക്കാളും കുറേ കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. മിക്കതും കാണാൻ മാത്രമുള്ള രസം, ബാക്കി ഇഷ്യൂ ലൈക്ക് അത് കൂടുതലൊന്നും കിട്ടാനില്ല. ഇത് വൈൽഡ് പ്ലോട്ട് ബേസിക്കലി ആദ്യം കാണിച്ച തന്നെ ഹിസ്റ്റോ പ്ലോട്ട് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേനകത്ത് നമുക്ക് ആ ഒരു റേഞ്ച് അറിയാൻ പറ്റുന്നുണ്ടായില്ല. ആ ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 0 മാത്രം എടുത്തു വിചാരിക്കാം. അതായത് ലാപ്ടോപ്പിൽ ടൈപ്പ് 0, അതിനകത്ത് നമുക്ക് ബേസിക്കലി ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, എത്രത്തോളം പ്രൈസ് കൂടുതലാണോ അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതാണ് ഈ കാണിക്കണേ. ടൈപ്പ് 0 മാത്രം എടുക്കുവാണെങ്കിൽ അതിനകത്ത് പ്രൈസ് എങ്ങനെ മാറുന്നു. അതുപോലെ തന്നെ ടൈപ്പ് 2 എടുക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ ഗ്രാഫ് ലൈക്ക് ഡാറ്റ സെറ്റ് മാറുന്നു. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഇതും. ഇത് ബേസിക്കലി ഇത് എന്താ പറയുക, യൂണിവേരിയന്റ് ആയിട്ടുള്ള ഗ്രാഫ് കാണിക്കുന്നത്. ഈ രണ്ട് സൈഡിലും കാണിക്കുന്ന യൂണിവേരിയന്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ആൻഡ് സെൻട്രൽ നമ്മൾ എന്ത് കാണിക്കും, ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ കാണിക്കും. ഇത് ബേസിക്കലി ലൈൻ ഗ്രാഫും കൗണ്ട് പ്ലോട്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. ജോയിന്റ് പ്ലോട്ട് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ബേസിക്കലി തന്നേക്കുന്ന ഡേറ്റയുടെ യൂണിവേരിയന്റ് ആയിട്ടുള്ള ഡിഫറൻസും കാണാനും പറ്റും. മൾട്ടിവേരിയന്റ് ആവുന്ന സമയത്ത്, അതായത് രണ്ട് കോളം തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ള എങ്ങനെയാണ് പ്ലോട്ടിങ് നടക്കുന്നത് എന്നുള്ളതും കാണാൻ പറ്റും. പിന്നെ ഇതാണ് വേറെ ഗ്രാഫ്. ഇതാണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിൽ ഒരു എക്സാമ്പിൾ ആണിത്. ഇതിനെ പെയർ പ്ലോട്ട് എന്ന് വിളിക്കും. ഇതിപ്പോ ബേസിക്കലി ഇതെല്ലാം കളഞ്ഞുകൊണ്ടാണ് പെയർ പ്ലോട്ടിൽ ഇത്രയും മാത്രം കാണുന്നത്. നമ്മൾ ബേസിക്കലി ഡോട്ട് പെയർ പ്ലോട്ട് എന്നങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ SNS ഡോട്ട് ഈ നമ്പർ ഓഫ് കോളംസ് കളയാൻ DF മൊത്തം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആണ് ഒരു വലിയൊരു ഗ്രാഫ് കിട്ടും. ആ വലിയൊരു ഗ്രാഫാണ് പകുതി മനസ്സിലാവില്ല, കാരണം ഭയങ്കര വലിയ ഗ്രാഫ് ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 10 കോളവും കണ്ടിട്ടുണ്ട്. 10 കോളവും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ യൂസ് ചെയ്യാൻ പറ്റും. വലിയ ഗ്രാഫ് ആയതുകൊണ്ട് സൂം ചെയ്യാനൊക്കെ ഇത്തിരി പാടായിരിക്കും. ഐ തിങ്ക് ഇതിനകത്ത് ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊളാബിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കുറെ കൂടെ എളുപ്പത്തിൽ സൂം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ബേസിക്കലി എല്ലാ പ്ലോട്ടും ബാക്കിയുള്ള എല്ലാ കോളവും മറ്റു കോളം തമ്മിലുള്ള റിലേഷൻ കാണാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വരയെല്ലാം കാണുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ആണ്. ഇപ്പൊ റാം നമുക്ക് ബേസിക്കലി അറിയാം ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. ഇപ്പൊ റാം 16 ഉണ്ടാവും, പിന്നെ 32 ഉണ്ടാവും. ഒരിക്കലും 30 അല്ലെങ്കിൽ 18 എന്നും പറഞ്ഞ റാം ഒരിക്കലും കമ്പനിക്കാർ ഇറക്കാറില്ല. അപ്പൊ ബേസിക്കലി അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈൻ കാണുന്നത്. അപ്പൊ ആ ഒരു ലൈൻ ഇടയ്ക്ക് വരുന്നത് ബേസിക്കലി വല്ലപ്പോഴും വരുന്നതും ആ ലൈനിൽ വരുന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ CPU ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എന്താ പറയാ പല ഫ്രീക്വൻസി റേഞ്ചിലാണ് നടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്ലോട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിലുള്ള നമുക്ക് നേരത്തെ ആദ്യം ഒരു ഹീറ്റ് മാപ്പ് കണ്ടു. ഹീറ്റ് മാപ്പിനകത്ത് കോളംസ് തമ്മിലുള്ള റിലേഷൻ കാണാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് റിലേഷൻ മാപ്പ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ബേസിക്കലി ഇപ്പൊ നമുക്കറിയാൻ പറ്റും വെയിറ്റും ഹൈറ്റും ഹൈലി കോറിലേറ്റഡ് ആണ് ലാപ്പിന്റെ. പക്ഷെ എങ്ങനെയാണ് കോറിലേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഒരു കോറിലേഷൻ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് മറ്റേ എന്താ പറയാ ടാർഗറ്റ് ആയിട്ടുള്ള ഏതാണ് കോളം അതും ബാക്കിയുള്ള കോളംസ് തമ്മിലുള്ള മാപ്പിംഗ് ആണ്. കാരണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് പാറ്റേൺ ഉണ്ടോ. അപ്പൊ നമുക്ക് ബേസിക്കലി ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ കുറെ കൂടെ വിസിബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് ബേസിക്കലി ഒരു യൂസ്. ഇത് ഐ തിങ്ക് സ്ട്രിപ്പ് പ്ലോട്ട് എന്ന് പറഞ്ഞ പ്ലോട്ടാണ്. സ്കാറ്റർ പ്ലോട്ടും ഹിസ്റ്റോഗ്രാം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതിന്റെ ഒരു പ്ലോട്ടിന്റെ ഒരു എന്താ പറയാ സ്കാറ്ററിങ് ആണ് കാണിക്കുന്നത്. പിന്നെ അത് 1 2 3 4 എന്ന് കാണിക്കുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ നമ്പർ ആക്കിയല്ലോ. ഞാനത് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഹിസ്റ്റോഗ്രാം കാണിക്കാനൊക്കെ ആണെങ്കിൽ നമ്പർ ആക്കിയായിരുന്നു. അപ്പൊ അതാണ് കമ്പനി പേര് കാണാത്ത. പിന്നെ ഇത് എന്താ പറയാ ഇതാണ് പ്ലോട്ടി എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്.
ഞാൻ കൂടുതലും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കൂടുതലും മറ്റു രണ്ടും കൊണ്ട് തന്നെ മിക്ക സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറേ കൂടെ നമുക്ക് വിഷ്വലായിട്ട് കാണാനൊക്കെ പറ്റും. ബേസിക്കലി ഓരോ വാല്യൂസ് ഏതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു വാല്യൂസും കാര്യങ്ങളും കാണാനായിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഇത് കൂടുതലങ്ങ് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് ഭയങ്കര നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് പ്ലോട്ട് അല്ലെങ്കിൽ കുറേ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്ലോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണുവാണെങ്കിൽ ഇത് കണ്ടോ, Q1, Q1, Q3, മീഡിയൻ എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ഒരു ക്വാർട്ടർ മീഡിയൻ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടർ മീഡിയനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഈ വരെ മാക്സും താഴത്തെ ഇതും മിനിമമാണ്. പറഞ്ഞാൽ ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും മിനിമം വാല്യൂ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ആ ഒരു ബാർ ചാർട്ടാണ് പ്രൈസും യൂറോയും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കാനായിട്ട്. സോറി, പ്രൈസും കമ്പനിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാനായിട്ട്. ബേസിക്കലി ഈ പ്ലോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ബേസിക്കലി എന്താ പറയുക, എ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനേക്കാൾ നന്നായിട്ട് എ വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടാണ് മിക്കതും. പക്ഷേ നിങ്ങൾ എന്തറിയാം, പ്ലോട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം അറിയണം. ഈ ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ ഒരു, കാരണം നമുക്ക് ഡേറ്റ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു 100 എന്ന് പറയുന്ന വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ബട്ട് നമുക്ക് ആ ഒരു 100ഉം 200ഉം ഒക്കെ നമ്മുടെ ഒരു ഗ്രാഫിൽ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോഴാണ്, ഗ്രാഫിൽ കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ആ ഒരു ഗ്രാഫിൽ പാറ്റേൺ ഉണ്ടോയെന്നും ആ പാറ്റേൺ നമുക്ക് എങ്ങനെ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അറിയാൻ പറ്റുന്നത്. കാരണം മിക്ക സമയത്തും ഒരു ഡാറ്റ സെറ്റ് നിങ്ങളിപ്പോൾ കാങ്കിളിലെ കോമ്പറ്റീഷൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര പാടാണ് എന്താ തന്നേക്കുന്ന ഡാറ്റ സെറ്റിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിച്ചെടുക്കാൻ. മിക്ക സമയത്ത് അവരെന്ത് ചെയ്യും, പല കോളംസ് തമ്മിൽ കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫീച്ചർ എഞ്ചിനീയറിംഗ് അവർ ചെയ്യാറുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ പോലെ പരിപാടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില സമയത്ത് എക്സ്റ്റേണൽ ഡേറ്റയിൽ എടുത്തിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നേക്കുന്ന ഡേറ്റ തമ്മിലുള്ള റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പോകാൻ പറ്റുള്ളൂ, ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് നോക്കിയിട്ട് കാര്യമുള്ളൂ. തന്നേക്കുന്ന ഡേറ്റയിനകത്ത് ഒരു റിലേഷൻ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പിന്നെ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോയിസായിട്ട് എന്തായാലും കിട്ടും, അത് ഉറപ്പുള്ള കേസാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇങ്ങനെ ഗ്രാഫും കാര്യങ്ങളും ആദ്യം നിങ്ങൾ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാക്കിക്കോ. ഇഷ്ടംപോലെ ഗ്രാഫ് ഉണ്ടാക്കി നോക്കുക, തന്നേക്കുന്ന ഡേറ്റയിലെ പാറ്റേൺ പഠിക്കുക, എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഫീച്ചറൊക്കെ കമ്പൈൻ ചെയ്താൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലൊരു പാറ്റേൺ കിട്ടും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡേറ്റ കുറേ കൂടെ പ്രോസസ് ചെയ്തുള്ള നല്ല ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി കുറേ കൂടെ ജനറലൈസ്ഡ് ആയിരിക്കും. കാരണം തന്നേക്കുന്ന ഡേറ്റയിൽ കുറേ നോയ്സ് ഒക്കെ ഉണ്ടാവും. ഇത് പറയുമ്പോൾ നമുക്ക് ലൈക്ക് കാണുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ഈ നോയ്സും കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്തൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡേറ്റയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ ഇത് ജനറൽ ആയിട്ടൊരു ക്ലാസ് ആണ്, ലൈക്ക് ഒരു സെഷനാണ്. ഗ്രാഫിൻ്റെ എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു പറ്റില്ല. ഓക്കെ, സോറി, കുറച്ചുകൂടെ ഒക്കെ സോറി, ഞാൻ ആ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായില്ല, സോറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയാൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടായോ? ഓക്കെ, ഇപ്പൊ നിങ്ങളൊക്കെ ഏത് ഇയറാ? ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ആ ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഗ്രാഫ് ഉണ്ടാക്കാൻ വലിയ പാടുള്ള കേസൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഉള്ളതുകൊണ്ട് മിക്ക സമയത്ത് മോഡൽ വരെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ. ബട്ട് ഗ്രാഫ് ഉണ്ടാക്കിയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളതെന്ന് നോക്കുമ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗ്രാഫ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും 2 മിനിറ്റ് കൊണ്ടൊക്കെ. അപ്പോൾ ഞാനത് ക്രിയേറ്റ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു പോയല്ലോ, നമുക്ക് ബേസിക്കലി തന്നേക്കണ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, തന്നേക്കണ ഗ്രാഫിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, യൂണിവേരിയൻറ്റ് ബൈവേരിയൻറ്റ്, അല്ലെങ്കിൽ മൾട്ടി വേരിയൻറ്റ് പറയാൻ പറ്റും. ഗ്രാഫിന് 2 ആക്സസ് ഉള്ളൂല്ലോ. അപ്പോൾ ഈ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കണ ഡേറ്റേനകത്ത് എന്താ പറയുക, പാറ്റേൺ ഉണ്ടോയെന്ന് അറിയണം. നമുക്ക് ബേസിക്കലി തന്നേക്കണ ഡേറ്റ വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടോയെന്ന് അറിയണം, നമുക്ക് ആദ്യം വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കണം. തന്നേക്കുന്ന ഡേറ്റ വെച്ച് നിങ്ങൾ ആദ്യം തന്നെ പോയി മോഡൽ ഉണ്ടാക്കാനല്ല പോകേണ്ടത്. ആ ഒരു ഡേറ്റ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാഫൊക്കെ വെച്ചിട്ട് കണ്ടു നോക്കണം, എന്താണ് ഇതിനകത്തേക്ക് എന്തെങ്കിലും പാറ്റേൺ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഔട്ട്കം കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ആദ്യം ആ ഒരു ഡേറ്റ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും അനോമലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്ലേഴ്സോ, അല്ലെങ്കിൽ ചില സമയത്ത്
തെറ്റായ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ കാണാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ ഡേറ്റ സെറ്റ് നമ്മൾ റോ ആയിട്ടാണ് കിട്ടുന്നത്, ഒന്നും അറിയത്തില്ല അതിനകത്ത് നോക്കുമ്പോൾ. ബേസിക് ഫുൾ നമ്പേഴ്സ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിനെ നമുക്ക് ഒന്നിലും പാണ്ടാസ് വെച്ച് തന്നെ നമുക്ക് അതിനകത്ത് ഏതൊക്കെ കോളത്തിന്റെ പേരുകൾ എന്തൊക്കെ എന്താ പറയാ, അല്ലെങ്കിൽ ഒരു കോളത്തിൽ ഏതൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ബട്ട് നമുക്ക് നമ്പർ കാണുമ്പോൾ കുറേ കൂടെ എക്സ്പെക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റും. ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും എന്ന രീതിയിൽ. ബേസിക് ആയിട്ട് അതാണ് നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷൻസ് മൾട്ടിപ്പിൾ ടൈപ്പ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഗ്രാഫിന്റെ യൂസ് ആണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ ടൈപ്പ് ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ആ ഒരു ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ടൈപ്പ് ഡേറ്റ ഉണ്ട്, ലൈക്ക് 2 അല്ല 3 ടൈപ്പ്. കണ്ടിന്യൂസ് വാല്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഡർ ഇല്ലാത്ത വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പ് ഡേറ്റയ്ക്കും 3 ടൈപ്പ് ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 3 രീതിയിൽ വേണം. ഞാനിപ്പോൾ എപ്പോഴും ഗ്രാഫൊക്കെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് വാല്യൂസിന് ഒരു ഗ്രാഫും ഡിസ്ക്രീറ്റ് വാല്യൂസിന് വേറെ ഗ്രാഫും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റയിനകത്ത് എന്തെങ്കിലും വിഷ്വലൈസേഷൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി പല രീതിയിൽ കമ്പൈൻ ചെയ്ത കാര്യം ഹിസ്റ്റോഗ്രാം ഒക്കെ നമുക്ക് ഹിസ്റ്റോഗ്രാം അല്ല സോറി ഹീറ്റ് മാപ്പ് ഒക്കെ ബേസിക്കലി അതിൻ്റെ ഒരു എന്താ പറയാ റിലേറ്റഡ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വളരെ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞൊരു ഗ്രാഫിനേക്കാളൊക്കെ. ബട്ട് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കോളംസ് തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ സെഷൻ ഇത്തിരി ഓടിച്ചു എന്ന് തോന്നുന്നു. സോറി, കാര്യം എന്താ വെച്ചാൽ ഇത്തിരി തിരക്കുണ്ടായിരുന്നതാണ്. ബട്ട് ഒരു 10 മിനിറ്റ് വരെ ഞാൻ എന്തായാലും അവൈലബിൾ ആണ്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ലൈക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വേണോ? ഈ കാര്യങ്ങളൊക്കെ ബേസിക്കലി നമുക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ കിട്ടും, ബട്ട് ഭയങ്കര സ്കാറ്റേഡ് ആണെന്നുള്ളൂ. ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണ് ബ്രോ. അല്ല 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 മാക്കാണ്. മാക്കിൽ ഞാൻ കുറേ കൂടെ ഞാൻ ആദ്യം സോറി ലിനക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ കുറേ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാക്കിൽ മാറിക്കഴിഞ്ഞപ്പോൾ എയറാണ്, M3 എയറാണ്. സാധനം കസ്റ്റമൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വേബർ കസ്റ്റം ആയതുകൊണ്ട് അതെ അതെ. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലൈക്ക് ഇപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്കിൻ്റെ അതേ സാധനമല്ല കാണുന്നത്. ഇത് അത് ഹൈഡ് ചെയ്തിട്ട് വേറെ സാധനം ആഡ് ചെയ്താൽ ലൈക്ക് എനിക്ക് മിക്ക സാധനങ്ങളും മാക്കിനകത്ത് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വേബർ മാത്രമല്ല മറ്റേ വിൻഡോ മാനേജറും കസ്റ്റമാണ്, യാബ എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റേ പേര് ഞാൻ മറന്നുപോയി. വേബർ ഏതാ യൂസ് ചെയ്യുന്നത്? അല്ല, കോൺഫിഗറേഷൻസ് വേണമെങ്കിൽ എൻ്റെ ഗിറ്റബിൽ പോയി നോക്കിയാൽ മതി കേട്ടോ, അതിനകത്ത് കിടക്കുന്നുണ്ട്. അല്ലെ, ഹൗ ഡു ഡു ദീസ് തിങ്സ് ഉദ്ദേശിച്ചത്? ലൈക്ക് കോണ്ടെക്സ്റ്റ് പറ. എടാ ഞാനല്ല ഇതിനകത്ത് ബേസിക്കലി ഞാനല്ല നടത്തുന്നത്. ബേസിക്കലി ഞാനിവിടെ മെൻറ്ററായിട്ട് വന്നതാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ലേറ്റ് സബ്മിഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് നിങ്ങൾ മിക്കവാറും തരുണോട് അല്ലെങ്കിൽ ഐശ്വര്യനോട് ചോദിച്ചാൽ മതി. ബട്ട് ഐ തിങ്ക് അവർ ഈ ഗ്രൂപ്പിലുണ്ട്. അതെ അതെ, ഗ്രൂപ്പിൽ ചോദിക്കും. ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട്സ് എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടോ, കുഴപ്പമില്ല. ഹീറ്റ് മാപ്പ് മലൻട്രി ആണ്. ഹീറ്റ് മാപ്പ് എല്ലാ ഡേറ്റാ സെറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലാണ്. വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഇതിപ്പോൾ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പറയുന്ന ഡേറ്റാ സെറ്റെല്ലാം ടാബുലർ ഡേറ്റ, അതായത് കോളങ്ങളുള്ള ഡേറ്റ. അപ്പം ഇങ്ങനത്തെ ഡേറ്റാ സെറ്റ് നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഹീറ്റ് മാപ്പ് ഉണ്ടാക്കി നോക്കണം. ഹീറ്റ് മാപ്പ് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലാണ് ലൈക്ക് നിങ്ങൾ ഡേറ്റ സെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും മോഡൽ ഉണ്ടാക്കാനായിരിക്കും ആദ്യം നോക്കണം. അപ്പോൾ ആ ഒരു മോഡൽ ഉണ്ടാക്കി കാര്യമുണ്ടോ എന്ന് പറയണമെങ്കിൽ ആദ്യം ഒരു ഹീറ്റ് മാപ്പ് ഉണ്ടാക്കണം.
ഹീറ്റ് മാപ്പ് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. കോറിലേറ്റഡ് ആയിട്ടുള്ള കോളംസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതുമായിട്ട് എത്രത്തോളം കോറിലേറ്റഡ് ആണ് നമുക്ക് അറിയാൻ പറ്റും. കാരണം തന്നേക്കണ കോളംസിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ടെങ്കിലാണ്, ലൈക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് കോറിലേഷൻ അവസാനം കിട്ടുന്ന ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് കോളമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ബേസിക്കലി ആ ഒരു കോറിലേഷൻ തന്നെ നമുക്ക് ഹീറ്റ് മാപ്പിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു 80 മുകളിൽ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ആ ഒരു കോറിലേഷൻ ഇല്ലെങ്കിൽ ഉറപ്പാണ് 30 താഴെ ആയിരിക്കും സ്കോർ. പിന്നെ ഒരു കാര്യം കൂടെ, ഗ്രാഫ് നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2 ടൈമിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ മോഡൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഡേറ്റ കാണാനായിട്ട്. രണ്ടാമത്തതോ നമുക്ക് മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഈ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ആ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ടും തമ്മിലുള്ള ബാക്കിയുള്ള കോളംസും തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെയൊക്കെ കുറെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് ശരിക്കും ഉള്ളതായിട്ട് എത്രത്തോളം കറക്റ്റ് ആയിരുന്നു, നമുക്ക് എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് ആ ഒരു പ്രഡിക്ഷൻ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രഡിക്ഷൻ തെറ്റിപ്പോയെന്ന് കാണാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അതാണ് നമുക്ക് ബേസിക്കലി പ്ലോട്ടിങ്ങിന്റെ ഒരു ഫേസ്. എടാ ലൈക്ക് സീബോൺ മാത്രമായിട്ട് പറ്റില്ലടാ, മാപ്ലോളിബ് അല്ലെ, മാപ്ലോളിബിൽ ഓൺ വിഷ്വലൈസേഷൻ ഉണ്ട്, ബട്ട് നമ്മൾ അതൊരിക്കലും യൂസ് ചെയ്യാറില്ല. സീബോണിൽ തന്നെ വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാപ്ലോളിബിന്റെ ഒരു ലൈക്ക് മാപ്ലോളിബിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ കോമ്പിനേഷനാണ്. മൾട്ടിപ്പിൾ സീബോൺ ഗ്രാഫ് കമ്പൈൻ ചെയ്യാനുള്ള പവർ സീബോണിലില്ല. ബട്ട് മാപ്ലോളിബ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സീബോണെ കുറെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് രണ്ടും കൂടെ നമുക്ക് എപ്പോഴും ഒരുമിച്ചാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ഒരെണ്ണം മാത്രമായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. നൈക്കിൽ ഇങ്ങനെ GPU, ഐ തിങ്ക് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്, ഇതിന്റെ പേര് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റേണൽ ഒരു API ആണ്. ഇതിന് കസ്റ്റമൈസ്ഡ് ടൂൾ ഞാൻ യൂസ് ചെയ്യാറില്ല. കമാൻഡ് ലൈൻ ടൂൾസ് ഉണ്ട്, ഐ തിങ്ക് അറിയായിരിക്കുമല്ലോ, എൻ്റെ ഒക്കെ പേര് ഞാൻ ചോദിച്ചാൽ മറന്നുപോയി. പിന്നെ വേണമെങ്കിൽ ഗോസ്റ്റ് ചെയ്യേണ്ട, ഗോസ്റ്റിനകത്ത് ഐ തിങ്ക് ടെർമിനൽ ഇങ്ങനെ ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് അതല്ലാതെ ബേസിക്കലി വേറെ ഒരു GPUം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റ്സ് ആണ് ഉള്ളത് നല്ലത്. ഫാസ്റ്റ് ഫെച്ച് ഉണ്ട്, ഫാസ്റ്റ് ഫെച്ച് പിന്നെ ലൈക്ക് ഭയങ്കര സ്റ്റാറ്റിക് അല്ലേ അറിയാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ ഇത് മറ്റേതാട്ടോ, ഞാൻ സ്കെച്ച് ബാർ എന്നാണ് അതിന്റെ പേര്, ആപ്പ് ഓർത്തെ. സ്കെച്ച് ബാറിനകത്ത് നമുക്ക് കസ്റ്റമായിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിടാൻ പറ്റും. അത് ബേസിക്കലി ഫാസ്റ്റ് ഫെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രം ചെയ്യുന്നതാണ്. പറയാൻ പറ്റില്ല, കാരണം ML മോഡൽ നിങ്ങൾ ആരെല്ലാം റൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ മാക്കിനകത്ത്? ഉറപ്പായിട്ടും പറയാൻ പറ്റും മിക്ക സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഞാനാണെങ്കിൽ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള ഈ MBS മിക്ക സമയത്തും ഐ തിങ്ക് ML മോഡലൊക്കെ റൺ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും കൂടെയൊക്കെ ആയിരിക്കും നല്ലത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ XGBoost ഒക്കെ നമുക്ക് ബേസിക്കലി GPU ഒപ്റ്റിമൈസ്ഡ് ആണ്, പക്ഷെ അതൊക്കെ റൺ ചെയ്യണമെങ്കിൽ GPU MBS ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് അല്ല, GPU അവർ മിക്കവാറും NVIDIA കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അതെ. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ഹാങ് ആവില്ല, ലൈക്ക് ഭയങ്കര എക്സ്ട്രീം സിറ്റുവേഷൻ പോയി കഴിഞ്ഞാലാണ് ഡെയിലി യൂസിൽ ഒരിക്കലും സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ബട്ട് കസ്റ്റമായിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കസ്റ്റമൈസ് എന്തെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെന്റ് ആണ്. ഇതൊക്കെ ഞാൻ കുറെ നാളിട്ട് AI കൊണ്ട് ഓടിച്ചിട്ട് എത്രയൊക്കെ എത്തിച്ചേ. ലോക്കലെല്ലാം ലൈക്ക് ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേസിക്കലി കൂടാ C++ എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. കൂടാ C++ വെച്ച് അത് MBS ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ബേസിക്കലി അതിനകത്ത് ഏതെങ്കിലും മോഡൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴും അവർ ആദ്യം ട്രെയിൻ ചെയ്യുന്ന മോഡൽ എവിടെയാണ്, NVIDIA ആണ്. അപ്പോൾ NVIDIA എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ആണ്, അവിടെ എപ്പോഴും നമ്മളെപ്പോഴും സെക്കൻഡ് ക്ലാസ്. അപ്പം അതുകൊണ്ട് തന്നെ ലോക്കൽ റൺ ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കുറേ മോഡലുണ്ട്. ഇപ്പം ഇതിനകത്ത് തന്നെ ഞാൻ കുറച്ചെണ്ണം ട്രൈ നോക്കിയിട്ടുണ്ട്. എൻ്റെ 16 GB കേട്ടോ, അപ്പം അതിനുള്ളൂ.
കോമ്പാക്ടിബിലിറ്റി ലൈക്ക് GPU എപ്പോഴും കോമ്പാക്ടിബിലിറ്റി കൂടുതൽ വരുന്ന ഇതിനകത്താണല്ലോ, NVIDIA ആണല്ലോ. ചില മോഡലൊക്കെ ഐ തിങ്ക് റൺ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും MBS ഒപ്റ്റിമൈസ്ഡ് മോഡൽസ് ഉണ്ട്. നമ്മൾ കൂടെ C++ ഒക്കെ അത് ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. ഗാമ ഞാൻ യൂസ് ചെയ്യാൻ നോക്കിയായിരുന്നു, ബട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ഇടയായിട്ട് കുറെ എനിക്കിപ്പോൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് പിന്നെ ഉണ്ടായത്. ഇപ്പൊ ടൈം കിട്ടാറില്ല. ട്രൈ ചെയ്തിട്ട് നോക്കണം. ടൈം കിട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ സെഷൻ നമുക്കിവിടെ നിർത്തിയാലോ പറയുന്നു. ഓക്കെ, ലിങ്ക് ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ ഐ തിങ്ക് കിട്ടും. ഇൻ കേസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ. ഞാനിപ്പോൾ ഇടയ്ക്ക് ആക്റ്റീവ് അല്ല, ഞാൻ അതുകൊണ്ട് കുറേയൊക്കെ കണ്ടിട്ടില്ല. കുറച്ച് തിരക്കായി പോയി. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ച് ഫോളോ ചെയ്യാം. ശരി എന്നാ. Very doubt we can wind up the session for now. So thank you everyone for joining the session, and thank you Arnav for the amazing session. ശരി.